ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ്. എന്താണ് ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം അല്ലേ, എന്താണ് ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻസ്. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ബിസിനസ്സിനകത്ത് നടക്കുന്നല്ലേ ഒരുപാട് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം ഫസ്റ്റ് ആയിട്ടല്ലേ. അതിനുശേഷം എന്ത് ചെയ്യണം, ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണം. എങ്ങനെ, ജേണൽ എൻട്രി വെച്ചിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എവിടെയാണ് എൻഡ്, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് എൻഡ് ചെയ്യുന്നത് ഈ പ്രോസസ്സ്. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് സൈക്കിൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇത് റെക്കോർഡ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം അല്ലേ ഈ ഒരു ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത് ബിസിനസ്സിനകത്ത് വരുന്ന ട്രാൻസാക്ഷൻസിനെ. ഓക്കെ, ഏത് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ, ഫസ്റ്റ് വൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ. ഓക്കെ ആണോ. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന എന്ത് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഓക്കെ, ആ ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ എന്തായിരിക്കും, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റവന്യൂ ട്രാൻസാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഏതാണ് റവന്യൂ ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഏതാണ്, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷനെയാണ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത് നോക്കട്ടോ. ആദ്യം എന്താ പറയുന്നത്, റെഫേഴ്സ് ടു ദോസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് എഫക്റ്റ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. Okay, these transactions are related to assets, liabilities and owners equity that are recorded in the balance sheet. എന്താ പറയുന്നത്, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, ബിസിനസ്സിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനാണ് എന്ത് ചെയ്യുക, എഫക്റ്റ് ചെയ്യുക. ഓക്കെ, എന്താ പറയുന്നത്, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതിനാണ് എഫക്റ്റ് ചെയ്യുന്നത്, ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്, ഏത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അസറ്റ്സ് ആയിരിക്കാം, ലയബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി ആയിരിക്കാം. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ കാണിക്കുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുക. ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനാണോ, ആ ട്രാൻസാക്ഷൻ എന്താ വിളിക്കുക, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ത്രൂ ഉണ്ടാകുന്ന എഫക്റ്റ് എവിടെ ഉണ്ടാവുക, എവിടെ റിഫ്ലക്റ്റ് ആവുക, ബാലൻസ് ഷീറ്റിനകത്ത് റിഫ്ലക്റ്റ് ആവുക. ഓക്കെ ആടാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി സെക്കൻഡ് വൺ ഏതാണ്, റവന്യൂ ട്രാൻസാക്ഷൻസ് അല്ലേ. അടുത്ത ട്രാൻസാക്ഷൻസ് ഏതാണ്, റവന്യൂ ട്രാൻസാക്ഷൻസ്. മുകളിൽ എന്താ പറഞ്ഞത്, ലോങ് ടേം എഫക്റ്റാണ് പറഞ്ഞത്. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുക. ആ ഒരു ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ആണ്. ലോങ് പീരീഡ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ഇയർ. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ ലോങ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മോർ ദാൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അതെവിടെ നമ്മൾ കാണിക്കും, എവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കും. ഇനി ഷോർട്ട് ടേം പീരീഡ് ഒക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് റവന്യൂ ട്രാൻസാക്ഷൻ നോക്കാം കേട്ടോ. എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് പറയുന്നുണ്ട്, ഓൺ ദ അതർ ഹാൻഡ് അല്ലേ, ആർ ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് എഫക്റ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്. ദീസ് ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ആർ റെക്കോർഡഡ് ഇൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഏത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താ പറഞ്ഞത്, റവന്യൂ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതെന്തായിരിക്കും, ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം കൊണ്ട് ബിസിനസ്സിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. കാരണം എന്താണ്, ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്, റെൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ, ഇതൊക്കെ എന്താണ്, റവന്യൂ ട്രാൻസാക്ഷനാണ്. അതേപോലെ സെയിൽ, ഇതൊക്കെ ഡെയിലി അല്ലേ, ഡേ ടു ഡേ നടന്നു കൊടുക്കുന്ന പ്രോസസ് അല്ലേ, അല്ലെങ്കിൽ മന്ത്ലി നടക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്നത് റവന്യൂ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെവിടെ കാണിക്കുക, ബിസിനസ്സിൽ ഇത്തരം ട്രാൻസാക്ഷൻ നമ്മൾ എവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ എന്ത് പറയാം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്തായിരുന്നു, ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ബിസിനസ്സിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഇത്തരം ട്രാൻസാക്ഷൻ ആണ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ അല്ലേ. അതിൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കാം, ഇപ്പോൾ റവന്യൂ ട്രാൻസാക്ഷൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എന്തായിരുന്നു, സാലറി കൊടുക്കുന്നു, അതേപോലെ റെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ ആണോ. ഇനി ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എക്സാമ്പിൾ എന്തായിരിക്കാം, അസറ്റ് വാങ്ങിക്കുന്നില്ലേ, ഒരു അസറ്റ് കമ്പനി എന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാണ്, ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, മെഷീനറി പർച്ചേസ് ചെയ്തു, ഇത് ഡേ ടു ഡേ നടക്കുന്ന കാര്യമാണോ, അല്ല. ഈ ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യാം, ലോങ് ടേം പീരീഡ്ക്ക് ബിസിനസ്സിന് കിട്ടൂലടാ,
കിട്ടും. കാരണം എന്താണ്, ആ ഒരു അസറ്റിലെ ആ ഒരു മെഷീനറി വെച്ചിട്ട് 4-5 വർഷം വരെയൊക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് അത്രയും പീരീഡൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു അസറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് എക്സാമ്പിൾ പറഞ്ഞത്, ക്യാപിറ്റൽ ട്രാൻസാക്ഷന് അല്ലേ, ഒരു എന്ത് ചെയ്തു, ബിസിനസ് എന്ത് ചെയ്തു, ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. അതൊരു ട്രാൻസാക്ഷനാണ് അല്ലേ, മെഷീനറി പർച്ചേസ് ചെയ്തു, പർച്ചേസ്ഡ് മെഷീനറി അല്ലേ, എന്താണ് ട്രാൻസാക്ഷനാണ്. എന്ത് ട്രാൻസാക്ഷനാണ്, ക്യാപിറ്റൽ ട്രാൻസാക്ഷനാണ്. ഓക്കെ, ഇനി റവന്യൂ ട്രാൻസാക്ഷൻ ആണെങ്കിലോ, പെയ്ഡ് സാലറി അല്ലേ, ഇതും ഒരു ട്രാൻസാക്ഷനാണ്. പക്ഷേ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആണോ, അല്ല. എന്ത് ട്രാൻസാക്ഷനാണ്, റവന്യൂ ട്രാൻസാക്ഷനാണ് അല്ലേ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പോകാനുണ്ട് കേട്ടോ ഓരോന്നിക്കും. ജസ്റ്റ് ഡെഫിനേഷൻ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ. ഇനി ഈ ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻസ് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ, നോക്കാം. അപ്പോൾ അതാണ് അടുത്തത് നോക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ, ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻ അല്ലേ, ബിസിനസ്സിനകത്ത് നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും അതെടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്തായിരിക്കാം, ക്യാപിറ്റലായിരിക്കാം, അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇനി ഇതിനെ രണ്ടിനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ റിസിപ്റ്റ്. ഓക്കെ, ക്യാപിറ്റൽ ട്രാൻസാക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, സെക്കൻഡ് വൺ ക്യാപിറ്റൽ റിസിപ്റ്റും. ഇനി റവന്യൂ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് സെക്കൻഡ് വൺ റവന്യൂ റെസീപ്റ്റ്സ്. ഓക്കെനാടാ, അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ബിസിനസ് അകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ എന്തായിരിക്കാം, അത് ഒരു ഇൻഫ്ലോ ആയിരിക്കാം അല്ലേ, ഒന്നെങ്കിൽ ബിസിനസ്സിന് അത് ക്യാഷ് ഇങ്ങോട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കണം അല്ലേ, ഇതാണ് ട്രാൻസാക്ഷൻ അല്ലടാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കാം അല്ലേ, റെസിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പേയ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ, ആ പേയ്മെൻറ്റ് ഒന്നെങ്കിൽ എന്തായിരിക്കാം, അതാണ് പറയുന്നത് ക്യാപിറ്റലായിരിക്കാം അല്ലടാ, അല്ലെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ബിസിനസ് എന്ത് ചെയ്യാണ്, ഒരു അല്ലെങ്കിൽ സെർട്ടൺ എമൗണ്ട് കൊടുത്തു, ആ കൊടുത്ത എമൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ഓക്കെ, അതൊരു എക്സ്പെൻഡിച്ചർ അല്ലേ, മീറ്റ് ചെയ്തു. ആ ഒരു ട്രാൻസാക്ഷൻ ഒന്നെങ്കിൽ എന്തായിരിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും അത്. ഓക്കേണ്ടാ, ഇനി അതേപോലെ റെസിപ്റ്റ് ഉണ്ടാവും അല്ലേ, ഇപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്ത കാര്യമാണ് പറഞ്ഞത്. അതേപോലെ എന്തുണ്ടാവും, റെസിപ്റ്റ് ഉണ്ടാവും, ബിസിനസ് ഇങ്ങോട്ട് വരുന്നുണ്ടാവാം. ആ വരുന്ന എമൗണ്ട് ഒന്നെങ്കിൽ എന്തായിരിക്കാം, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ആയിരിക്കാം. ഓക്കേടാ, അപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം. ഇനി റെസിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അല്ലേ, ഏതൊക്കെ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഏതൊക്കെ എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക, ഏതൊക്കെ എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക, അതേപോലെ റെസിപ്റ്റും അല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക നോക്കാം കേട്ടോ. അപ്പോൾ ഏത് തരം എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക. ഓക്കെ, ബിസിനസ് ക്യാഷ് കൊടുത്തതാണ് അല്ലേ, പൈസ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കണമെങ്കിൽ എന്ത് പറയുന്നുണ്ട്, ക്രൈറ്റീരിയ പറയുന്നുണ്ട്, റെഫേഴ്സ് ടു എക്സ്പെൻസസ് ഇൻകേർഡ് ടു അക്വയർ acquire or upgrade or extend the useful life of fixed asset like land, building, machinery or vehicles. These expenditures provide benefit beyond the current accounting period and are recorded in balance sheet as asset. എന്തായിട്ടാണ് അസറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഏത് എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക. അത് വിളിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്താ ക്രൈറ്റീരിയ പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ആ എക്സ്പെൻസ് മീറ്റ് ചെയ്തത്, ഇൻകേർഡ് ടു അക്വയർ അല്ലേ, വാങ്ങിക്കുക, അക്വയർ പറഞ്ഞാൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്താണ്, എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി ഉള്ളത് മാറ്റിയിട്ട് പുതിയതൊന്ന് അല്ലേ, ഓർ എക്സ്റ്റെൻഡ് ഓക്കെ, ഉള്ളതിനെ ഒന്ന് പുതുക്കുക. പിന്നെ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഓർ വെഹിക്കിൾ. എടാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. കമ്പനി എന്ത് ചെയ്യാണ്, ബിസിനസ് എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക. ഫസ്റ്റ് എന്ത് പറയുന്നുണ്ട്, പർച്ചേസ് ചെയ്യുക, അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നൊരു ഫിക്സ്ഡ് അസറ്റാണ് ഓക്കെ, അതിനെന്ത് ചെയ്യാണ്, അപ്ഗ്രേഡ് ചെയ്യാണ്, റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ബിസിനസ് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറിനെ എന്ത് വിളിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെൻഡിച്ചർ കാരണം കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്
ഷോർട്ട് ടൈം പീരീഡുള്ളതാണോ? അല്ല. അപ്പോൾ നമ്മൾ കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. അതിൻ്റെ ബെനിഫിറ്റ് 2 മാസത്തേക്ക് അല്ലെങ്കിൽ 4 മാസത്തേക്കാണോ? അല്ല. ഇതെന്ത് ചെയ്യാം? നെക്സ്റ്റ് ഇയറിൽ, അതിൻ്റെ മേലത്തെ ഇയറിൽ അല്ലേ, ഈ ഒരു അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് കേട് പോകുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കേടാ. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ അല്ലേ. എന്ത് പറഞ്ഞിട്ടാണ് കാണിക്കുക? അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അല്ലടാ, മെഷീനറി പർച്ചേസ് ചെയ്തു, എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ കാണിക്കും. എന്ത് പറഞ്ഞിട്ട് കാണിക്കും? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെയാണോ? അല്ലേ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബിയോണ്ട് ദ കറൻറ്റ് അക്കൗണ്ടിങ് പീരീഡ് അല്ലേ. ഈ വർഷം നമ്മളെ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡ്ക്ക് മാത്രമാണോ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? അല്ല. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെയാണോ? ഇനി എന്ത് പറയുന്നുണ്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ലോങ് ടേം ബെനിഫിറ്റാണ് അല്ലേ. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഇതിൻ്റെ ബെനിഫിറ്റ് അല്ലേ, ഇങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ബെനിഫിറ്റാണ്. അല്ലടാ, പ്രൊവൈഡ് ബെനിഫിറ്റ് ഓവർ മൾട്ടിപ്പിൾ ഇയേഴ്സ്. അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഈ അസറ്റ് മൈൻഡിലുണ്ടായിക്കോട്ടെ, ഫിക്സ്ഡ് അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മൾട്ടിപ്പിൾ ഇയേഴ്സിൽ നമുക്ക് കിട്ടും. ഇനി നോൺ റിക്കറിങ് ആണെന്ന് പറയുന്നുണ്ട്. എന്താ നോൺ റിക്കറിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എല്ലാ ആഴ്ച ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടോ ഓരോ മെഷീൻ, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെൻഡിച്ചർ അല്ലേ എവറി വീക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എവറി മന്ത് വരുന്നുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ ഈ വർഷം ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എന്നാണോ കേട് വന്നു പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്നാണോ എൻഡ് ചെയ്യുന്നത്, ഓക്കെ, അതിന് ശേഷമാണ് എന്ത് ചെയ്യുക? നമ്മൾ വേറെ പുതിയൊരു മെഷീനറി വാങ്ങിക്കൊള്ളൂ. ഓക്കെയാണോ? അല്ലാണ്ട് എന്തല്ല ഡേ ടു ഡേ ബിസിനസ്സിൽ ഇങ്ങനെ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീക്കിലി പർച്ചേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ, വീക്കിലി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ ഈ ഒരു എക്സ്പെൻഡിച്ചർ? ഇല്ല. അപ്പോൾ അത്ര എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സെക്കൻഡ് പോയിന്റ് പറഞ്ഞു. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്? റെക്കോർഡ് ആസ് ആൻ അസറ്റ് അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നതിനെ അസറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എവിടെ കാണൂല എന്ന് പറയുന്നുണ്ട്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണൂല അല്ലേ. ഇതെവിടെ ഉണ്ടാവുള്ളൂ ഇത്തരം ട്രാൻസാക്ഷൻസ്? ബാലൻസ് ഷീറ്റിൽ അല്ലേ എന്തായിട്ടാണ് കാണിക്കുക? അസറ്റ്. ഓക്കെയാണോ? ഇനി കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? തന്നിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ പറയുന്നത്? പർച്ചേസ് ഓഫ് ലാൻഡ്, ബിൽഡിംഗ് ഓർ മെഷീനറി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. സെക്കൻഡ് വൺ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിങ് മെഷീനറി അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു 4 ലക്ഷം കൊടുത്തിട്ട് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഓക്കെ, 4 ലക്ഷം കൊടുത്തിട്ട് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഇനി ഈ മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ മെഷീൻ കൊടുത്തിട്ട് നമ്മളെ ബിസിനസ്സിൽ അല്ലേ, നമ്മളെ ഫാക്ടറിയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണ്ടടാ അല്ലേ. അപ്പോൾ ഈ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഒരുപാട് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ എക്സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും അല്ലേ, ചിലവാക്കുന്ന എമൗണ്ടും അതും നമുക്ക് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അപ്പോൾ അതും എന്ത് തരം എക്സ്പെൻഡിച്ചറാണെന്നാണ് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കട്ടോ. എന്തിനാണ് പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 4 ലക്ഷത്തിന് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനൊരു 50,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണോ? 4 ലക്ഷത്തിൻ്റെ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ മെഷീനറി പർച്ചേസ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ കൊടുത്ത എക്സ്പെൻഡിച്ചർ എന്ത് എക്സ്പെൻഡിച്ചറാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50,000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 50,000 എന്ത് എക്സ്പെൻഡിച്ചറാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിങ് മെഷീനറി. ഈ ഒരു എക്സ്പെൻഡിച്ചർ 50,000 എന്ത് ചെയ്യണം? ഈ മെഷീനറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ മെഷീനറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിട്ട് കാണിക്കണം? 4,50,000. എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ ഈ ഒരു മെഷീനറിൻ്റെ വാല്യൂ കാണിക്കണം. അല്ലാണ്ട് ഏത് മാത്രമല്ല, 4 lakh മാത്രമല്ല. ഇത് നമ്മൾ ഓൾറെഡി എവിടെ പറഞ്ഞിരുന്നു? കോസ്റ്റ് അല്ലേ, കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നില്ലേ? ഒരു ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്ത് അത് വർക്കിംഗ് കണ്ടീഷനിലാവുന്നത് വരെയുള്ള എക്സ്പെൻസസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തത്. ഓക്കെ, മെഷീനറി പർച്ചേസ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇത് എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്നിട്ട് എത്തിക്കണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലടാ, ഇതിവിടെ ലോഡിങ് അൺലോഡിങ്, അതേപോലെ ഇൻസ്റ്റോളേഷൻ, ഇതെല്ലാം കൂടെ വരുന്നൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഈ മെഷീനറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കണം എവിടെ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിനകത്ത് എന്ത് പറഞ്ഞിട്ട്? മെഷീനറി എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. അല്ലാണ്ട് ഈ 50,000 എവിടെ കാണിക്കരുത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കരുത്. ടോട്ടൽ 4,50,000 നമ്മൾ എന്താ വിളിക്കുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞത്, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിങ് മെഷീനറി. ഇനി തേർഡ് വൺ റിനോവേഷൻ ഓർ എക്സ്റ്റെൻഡ് അല്ലേ. എക്സ്റ്റൻഷൻ ഓഫ് ഓഫീസ് പ്രിമൈസസ്. എന്താ പറഞ്ഞത്? റിനോവേറ്റ് ചെയ്യുക അല്ലേ. നമ്മൾ ഓഫീസ് ബിൽഡിങ് അല്ലേ, പ്രിമൈസ്, ഇതെന്താണ്? നമ്മളെ ഫിക്സ്ഡ് അസറ്റാണ്. ഓക്കെ, അപ്പോൾ അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഓഫീസ് ബിൽഡിംഗ് എന്ത് ചെയ്തു? ഒന്ന് റിനോവേറ്റ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി വന്ന 10 ലക്ഷം 10 lakhs അല്ലേ, എക്സ്പെൻഡിച്ചർ അല്ലേ? എന്ത് എക്സ്പെൻഡിച്ചറാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ലോങ് ടേം പീരിയഡ്ക്കാണ് കിട്ടുന്നത്.
ഓക്കെയാണോ? അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. ഇനി ലാസ്റ്റ് എന്ത് പറയുന്നുണ്ട്, അപ്ഗ്രേഡിങ് IT ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. കമ്പനിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്ത് ചെയ്യാണ്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന സിസ്റ്റംസൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ സിസ്റ്റംസ് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി കുറച്ച് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു കോസ്റ്റ് വരുന്നില്ലടാ. അപ്പോൾ അതും എന്ത് എക്സ്പെൻഡിച്ചറാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഈ മെഷീനറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു അല്ലേ, മെഷീനറിൻ്റെ കോസ്റ്റും അത് ഇൻസ്റ്റോളേഷൻ ചാർജും അല്ലേ, ഇനീഷ്യലി വരുന്ന കോസ്റ്റും എല്ലാം എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ടോട്ടൽ മെഷീനറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 4,50,000 ആണ് അല്ലേ. ഇനി ഈ മെഷീനറി എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടി വരും, ചെറിയ ചെറിയ എക്സ്പെൻസസ് വീണ്ടും മീറ്റ് ചെയ്യും അല്ലടാ. ചെറിയ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ വരില്ല, മെയിൻ്റനൻസ് വർക്കുകളൊക്കെ വരും ഈ മെഷീനറിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ ചെറിയ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വരും. ആ എക്സ്പെൻഡിച്ചർ എന്ത് എക്സ്പെൻഡിച്ചറാണ്, ക്യാപിറ്റലാണോ? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. ഓക്കെയാണോ? കാരണം എന്താണ്, അത് ഡെയിലി ബേസിൽ അല്ലേ വരുന്ന എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കൂല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കൂല. ഓക്കെയാണടാ. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കാം. എന്തായിരിക്കും, ഇപ്പോൾ തന്നെ കത്തിയിട്ടുണ്ടാവും അല്ലേ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തായിരുന്നു പറഞ്ഞത്, ലോങ് ടേം പീരിയഡൊക്കെയുള്ളതെന്ന് പറഞ്ഞു, നോൺ റിക്കറിംഗ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാവും, ഡേ ടു ഡേ ഓപ്പറേഷൻ അല്ലേ, അല്ലെങ്കിൽ ഡെയിലി ബേസിൽ നടക്കുന്ന എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അതേപോലെ റിക്കറിംഗ് ആണ് അല്ലടാ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറയുന്നത് നോക്കാം. റെഫേഴ്സ് ടു എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ദ ഡെയിലി ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്. ദീസ് എക്സ്പെൻസസ് ആർ ഷോർട്ട് ടേം ആൻഡ് ആർ റെക്കോർഡ് ഇൻ എവിടെ റെക്കോർഡ് ചെയ്യുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന അല്ലേ, നമ്മുടെ ഡെയിലി ബേസിൽ വരുന്ന ഡേ ടു ഡേ എക്സ്പെൻഡിച്ചേഴ്സ്. ഏതൊക്കെ, സാലറി ഉണ്ട് അല്ലേ, എല്ലാ മാസം വരുന്നുണ്ട് അല്ലടാ. അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഷോർട്ട് ടേം അല്ലേ. ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം സാലറി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്തു, ഈ വർഷത്തോടെ തീർന്ന്. നെക്സ്റ്റ് ഇയറിൽ എംപ്ലോയീസ് വർക്ക് ചെയ്താൽ വീണ്ടും അവർക്ക് എന്ത് ചെയ്യണം, സാലറി കൊടുക്കണം, റെൻറ്റ്, ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണ് അല്ലേ, ഡേ ടു ഡേ എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഷോർട്ട് ടേം എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഷോർട്ട് ടേം പീരീഡൊക്കെ ഉള്ളൂ. അപ്പോൾ അത്തരം എക്സ്പെൻഡിച്ചേഴ്സിന് എന്ത് വിളിക്കുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലേ, ഇത്തരം എക്സ്പെൻസസിനെ നമ്മൾ എവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തിലെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും, പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പറയുന്നത്. ഇനി എന്താണ് ഫീച്ചേഴ്സ് പറയുന്നത്, ഷോർട്ട് ടേം ബെനിഫിറ്റ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, സാലറി, റെൻറ്റ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാസം കൊടുക്കുന്നുണ്ട്, നെക്സ്റ്റ് മന്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, 1 ഇയർക്കുള്ള റെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, ഇല്ല. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ബിൽഡിംഗ് യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, റെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത്തരം എക്സ്പെൻഡിച്ചേഴ്സിന് എന്ത് വിളിക്കുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോർട്ട് ടേം ബെനിഫിറ്റ് ആണ്. പിന്നെ റിക്കറിങ് ഇൻ നാച്ചുറൽ അല്ലേ, ഹാപ്പൻസ് റെഗുലർലി അല്ലേ, ആസ് പാർട്ട് ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ അല്ലേ പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർലി ഇത് നടക്കുന്നുണ്ട്, ഈ ഒരു എക്സ്പെൻഡിച്ചർ നടക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ത് പറയുന്നുണ്ട്, റെക്കോർഡ് ആസ് ആൻ എക്സ്പെൻസസ് അല്ലേ. എന്തായിട്ട് റെക്കോർഡ് ചെയ്യുക, എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഇതെവിടെ കാണിക്കും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനകത്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് എന്ത് ചെയ്യും, കാണിക്കും. ഇനി എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എന്തൊക്കെ എക്സാമ്പിൾസ് പറയുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ എന്താ പറയുന്നത്, സാലറീസ് ആൻഡ് വേജസ്, സാലറി കൊടുക്കുന്നു, വേജ് കൊടുക്കുന്നു അല്ലേ. റെൻ്റ് ആൻഡ് യൂട്ടിലിറ്റി ബിൽസ് പേ ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽ ഫോർ പ്രൊഡക്ഷൻ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ എന്ത് എക്സ്പെൻഡിച്ചറാണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, മെഷീനറി പർച്ചേസ് ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അല്ലേ. അതിൻ്റെ റെഗുലർലി വരുന്ന റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻഡിച്ചർ എന്ത് എക്സ്പെൻഡിച്ചറാണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇനി അഡ്വർടൈസിങ് എക്സ്പെൻസ് അല്ലേ. ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, ബിസിനസ്സിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നുണ്ടാവും. സോ അതും എന്ത് തന്നെയാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അപ്പോൾ ഇതാണ് എന്ത് പറഞ്ഞത്, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ പറഞ്ഞു, എക്സ്പെൻഡിച്ചർ 2 രീതിയിലാണ് അല്ലേ. ബിസിനസ്സിനകത്ത് നടക്കുന്ന, ഫസ്റ്റ് എന്ത് പറഞ്ഞു, ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെ, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ. ഇനി അതിനകത്ത് തന്നെ എന്ത് ചെയ്തു, ഈ ക്യാപിറ്റലിന് റവന്യൂവിന് 2ആയിട്ട് എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്യാണ്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, ക്യാപിറ്റലിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും, റവന്യൂവിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ റെസിപ്റ്റ് എന്നും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതപ്പോൾ ഡിസ്കസ് ചെയ്തത്, എക്സ്പെൻഡിച്ചേഴ്സ് അല്ലേ. എക്സ്പെൻഡിച്ചർ ഒന്നെങ്കിൽ എന്തായിരിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കാം
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? റെസിപ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റെസിപ്റ്റ് പറയുന്നത്. ഏതൊക്കെയാണ് റെസിപ്റ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്നെങ്കിൽ എന്തായിരിക്കാം? ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ആയിരിക്കാം. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് വരുന്ന